കേരളത്തിലെ ജനങ്ങൾ, വയനാട്ടിലെ ജനങ്ങൾ, വയനാട്ടിലെ UDF അല്ല, കോൺഗ്രസ് അല്ല, മുഴുവൻ ജനങ്ങളും ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞു. ഈ ഒരു ന്യൂസിന് വേണ്ടി ഞങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായി പ്രാർത്ഥനയായിരുന്നു. ദൈവവും അതുപോലെ രാഹുൽ ഗാന്ധിയും ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. യാതൊരു സംശയമില്ല, ആവേശം. राहुल जी को हम ये बोलना चाहता है कि ये वायनाड में सबसे ज़्यादा लीड ये इंडिया में हम देगा, उसमें दूसरा सवाल नहीं है. ये बिल्कुल वादा दे रहा हूँ. രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ട് ഞങ്ങൾക്ക് ഇന്ത്യൻ്റെ പ്രധാനമന്ത്രിയായി വരുന്ന ഒരാൾക്ക് വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വളരെയധികം സന്തോഷമുണ്ട്. കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് വയനാട്ടിലെ ജനങ്ങൾ ദിവസങ്ങളായി 10-25 ദിവസമായി കാത്തിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിത്വമാണ് രാഹുൽജിയുടെ സ്ഥാനത്തോട് ഞങ്ങൾ ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും 4-5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം അദ്ദേഹം ഇവിടെ ജയിക്കും. ഇവിടെ എതിരാളിയില്ലാത്ത ഒരു അവസ്ഥയാണ് ഇന്ന് മുക്കത്തും സമീപപ്രദേശത്തിന് കാണാൻ നിൽക്കുന്നത്. ഞങ്ങളെ 110 ബൂത്തിൽ നിന്ന് ആദ്യത്തെ ബൂത്താണ് ശ്രീ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ MTയുടെ വാർഡായിട്ടുള്ള ഈ കർത്തോറമ്പിൽ നിന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇതിനകം വൈകുന്നേരം 5 മണിക്ക് തന്നെ വഹിപ്പിച്ച തോതിലുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ ഈ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആരംഭിച്ച് മുക്കത്ത് കേന്ദ്രീകരിക്കും. ഞങ്ങളൊരു കൗതുകമായിട്ട് ചോദിക്കണം, ആർക്കൊക്കെ ഹിന്ദി അറിയാം, इंग्लिश हिंदी കൂടുതലായി സംസാരിക്കുന്നത്? हम अभी इधर है ना, पूरा लोग हिंदी सीखने में अभी हम क्लास में जा रहा है, क्योंकि दूसरा तरीका नहीं है. राजीव ये क्योंकि अभी क्या हो रहा है मालूम है ना, इधर पूरा लोग स्कूल सभी जगह में हिंदी सीखने के लिए अभी हम क्यों में है. राहुल गांधी का टीम में हम 5 साल का काम किया, बहुत अलग अलग स्टेट में. हमको बहुत खुशी है. രാഹുൽ ഗാന്ധി മറ്റു ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകളുമായിട്ടൊക്കെ സംസാരിക്കാൻ നിങ്ങൾക്ക് ഒരു അവസരം കൂടിയാണ്. അതെ, തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യം ഹിന്ദിയും ഇംഗ്ലീഷും പറയാൻ കഴിയുന്നവരാണ്, പ്രത്യേകിച്ച് തിരുവമ്പാടി നിയോജകമണ്ഡലത്തിലെ ജനങ്ങളെല്ലാവരും. ഇപ്പോൾ അമേത്തിയിലെ തെരഞ്ഞെടുപ്പ് 2 മണ്ഡലങ്ങളാണല്ലോ രാഹുൽ. അപ്പോൾ നിങ്ങൾ രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ വയനാടാണോ ഏറ്റവും സാധ്യത? വയനാട് 5 ലക്ഷം ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കും, ഒരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച മണ്ഡലം നിലനിർത്തുക എന്ന് വരുമ്പോൾ വയനാട് ലോക്സഭാ സീറ്റിൽ രാഹുൽ ഗാന്ധി അത് നിലനിർത്തണം. രാഹുൽ ഗാന്ധിയുടെ ഒരു കുപ്പായൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, എന്താണ് രാഹുൽ ഗാന്ധിയുമായി ഭയങ്കര അടുത്ത ബന്ധമാണോ? രാഹുൽ ഗാന്ധിയുടെ ടീമിൽ ഞാൻ 2009 മുതൽ 2016 വരെ വിവിധ സ്റ്റേറ്റുകളിലുള്ള ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പിൽ റിട്ടേണിംഗ് ഓഫീസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. വെസ്റ്റ് ബംഗാളും ഡൽഹിയും അടക്കം വിവിധ സ്റ്റേറ്റുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം രാജ്യത്തിൻ്റെ പാവപ്പെട്ടവരുടെ പടത്തലവനാണ്. അദ്ദേഹം അടിത്തട്ടിൽ ഇറങ്ങിക്കൊണ്ട് പാവപ്പെട്ടവരെ എല്ലാവരെയും ഒരു തുലാഭാരത്തിൽ തൂക്കിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള ദൃഢപ്രതിജ്ഞയോടുകൂടി 15 വർഷം മുമ്പുള്ള തേരോട്ടം ഇന്ന് അതിന് ഫലം കണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഇന്ത്യയുടെ ഭരണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. എന്തു തോന്നുന്നു രാഹുൽ ഗാന്ധിയുടെ വരവിനെ? വയനാട്ടിലെ ജനങ്ങൾ ഒന്നടങ്കം രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഇതിനോടകം സ്വീകരിച്ചിരിക്കുകയാണ്. ഇവിടെ തന്നെ 11 മണിക്കാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. 1:30 മണിയായപ്പോഴത്തേക്കും തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ 150 നമ്പർ ബൂത്തിൻ്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. ഈ പൊരിവെയിലത്തും നിങ്ങൾ കണ്ടു, 100 കണക്കിന് പ്രവർത്തകരാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. എന്താണ് പ്രധാനമന്ത്രിയാവാൻ പോകുന്ന ഒരാൾക്കാണല്ലോ വോട്ട് ചെയ്യുന്നത്. ഇതുവരെയുള്ള എല്ലാ ആശങ്കകളും മാറ്റിക്കൊണ്ട് തന്നെ ഒരു തകിടം മറച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരാൻ ഞങ്ങൾക്ക് വളരെ കരുത്ത് നൽകിയ രാഹുൽ ഗാന്ധി വളരെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ നിന്ന് ഇവിടുന്ന് വിജയിക്കുന്നതിൽ യാതൊരു സംശയം